നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. അശ്വതി മുതൽ ഉത്രാടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ പറയാം. ഓം ചന്ദ്രായ നമ. പ്രിയപ്പെട്ട തിരുവോണ നക്ഷത്രക്കാരെ, ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നത്. കൊല്ലവർഷം 1202 വ്യാഴത്തിന്റെ അനുഗ്രഹവും ശനിയുടെ സ്ഥാനമാറ്റവും അനുഗ്രഹങ്ങളും എല്ലാം ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ പുരോഗതിയുടെ കാലഘട്ടം തുറക്കുകയാണ്. ആത്മവിശ്വാസവും ഉയർച്ചയും നൽകുന്ന വർഷം തന്നെയാണ്. ചന്ദ്രൻ അധിപനായിട്ടുള്ള തിരുവോണ നക്ഷത്രം മകരക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഈ കാലഘട്ടം തിരുവോണ നക്ഷത്രക്കാർക്ക് മാനസിക ശാന്തിയും ഭൗതിക നേട്ടങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന അപൂർവ കാലഘട്ടമാണ്. ചന്ദ്രമോ മനസ്സോ ജാത ചക്ഷു സൂര്യോ അജായതഃ. ചന്ദ്രൻ മനസ്സിന്റെ അധിപനാണ്. മനോബലം വർദ്ധിക്കുന്ന ദൈവീക ശക്തി. ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ശുഭകർമ്മങ്ങൾ ജീവിതത്തിൽ ആരോഗ്യം, ധനം, സന്തോഷം എന്നിവ നൽകുന്നു. ഗുരുവിന്റെ അനുഗ്രഹവും ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് സഹായകരമാകും. നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ഈ വർഷത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പഴയ മാനസിക അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാകുന്ന വർഷമാണ്. ആത്മവിശ്വാസത്തിലും കാര്യപ്രാപ്തിയിലും വർധനമുണ്ടാകും. വലിയ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കഴിവുണ്ടാകും. സമൂഹത്തിൽ അന്തസ്സും അംഗീകാരവും ലഭിക്കും. ആത്മീയതയിലേക്ക് താല്പര്യം വർദ്ധിക്കുന്നതാണ്. തീർത്ഥയാത്രകൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ഇനി തൊഴിൽപരമായിട്ടുള്ള പുതുവർഷം ഒന്ന് പരിശോധിക്കാം. പ്രമോഷൻ, ജോലി മാറ്റം, തൊഴിലിൽ ഉയർച്ച, വലിയ കമ്പനികളിൽ അവസരങ്ങൾ എന്നിവയൊക്കെ ലഭിക്കും. ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകുന്ന വർഷമാണ്. കലാ, സാഹിത്യം, അധ്യാപനം, കമ്മ്യൂണിക്കേഷൻ രംഗം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്ന വർഷമാണ്. ഇനി സാമ്പത്തിക അവസരങ്ങൾ പരിശോധിക്കാം. വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതാണ്. കുടിശ്ശികകളിലൊക്കെ തിരികെ ലഭിക്കുന്ന സമയമാണ്. ഭൂമി, വീട് ഇവ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി കുടുംബപരമായിട്ടുള്ള അവസരങ്ങളൊന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങൾക്കും സാധ്യതയുണ്ട്. ഇനി തിരുവോണ നക്ഷത്രക്കാരുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. പൊതുവെ നല്ല ആരോഗ്യം പുലരുന്ന വർഷമാണ്. എന്നാൽ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. തണുത്ത ഭക്ഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. യാത്രകളിൽ ജാഗ്രത പാലിക്കുക. ചിങ്ങം, കന്നി, തുലാം എന്നീ മാസങ്ങളിൽ തൊഴിലിൽ കൂടുതലായി ഉയർച്ച ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾക്ക് സാഫല്യമുണ്ടാകുന്നതാണ്. പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിൽ സാമ്പത്തിക കാര്യത്തിൽ സ്ഥിരതയുണ്ടാകുന്ന കാലമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. മാനസിക സമാധാനവും ഉണ്ടാകും. കുംഭം, മീനം, മേടം എന്നീ മാസങ്ങളിലാകട്ടെ പുതിയ സൗഹൃദങ്ങളൊക്കെ ലഭിക്കും. വിദേശ യാത്രകൾക്ക് അവസരമുണ്ടാകും. തൊഴിലിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഇടവം, മിഥുനം, കർക്കിടകം മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുശല്യം കുറയുന്ന സമയമാണ്. ആത്മീയ വളർച്ചയും ഈ കാലത്തുണ്ടാകും. ഇനി തിരുവോണ നക്ഷത്രക്കാരെ ഓരോ പാദത്തിലും ജനിച്ചവരുടെ വിശേഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം പാദക്കാർക്ക് തൊഴിലിൽ വൻ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഇവർക്ക് വേഗത്തിൽ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അധികാരത്തിൽ കൂടുതൽ വർധന ഉണ്ടാകുന്നതാണ്. ഇനി രണ്ടാം പാദക്കാർക്ക് സാമ്പത്തിക സുരക്ഷ വിശേഷമായി ലഭിക്കും. കുടുംബത്തിൽ ഐക്യം പുലരുന്നതാണ്. പുതിയ സ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മൂന്നാം പാദക്കാർക്ക് യാത്രായോഗമുണ്ട്. പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിലിൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. നാലാം പാദക്കാർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. പഴയ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്. ആത്മീയ കാര്യത്തിൽ വളർച്ചയും ശക്തമാകും. ഇനി തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. തിങ്കളാഴ്ച വ്രതം എടുക്കുക. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചകളിൽ ദർശനം നടത്തുക. കൂവളമാല, ധാര എന്നിവ സമർപ്പിക്കുക. ദുർഗ, ഭദ്രകാളി എന്നീ ദേവികളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ലളിത സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമം. ശാസ്താപ്രീതി മുടങ്ങാതിരിക്കുക. ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ദീപാരാധന കണ്ടു തൊഴുക. നീരാഞ്ജനം, എള്ളുപായസം എന്നിവ നടത്തുക. ഓം സോമ സൗമ്യായ നമഃ എന്ന മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുക. വിശേഷിച്ച് തിങ്കളാഴ്ചകളിൽ
ആഴ്ചകളിലെങ്കിലും ഈ മന്ത്രത്തെ 108 പ്രാവശ്യം വീതം ജപിക്കുക. ഓരോ പാദക്കാരുടെയും ത്രൈമാസ ഫലങ്ങളും ദശാകാലങ്ങൾ അനുസരിച്ചുള്ള ഫലങ്ങളും ഒക്കെ വ്യത്യസ്തമായി പറയുന്നത് അതിനനുസരിച്ച് ഒരു നക്ഷത്രക്കാരാണെങ്കിലും വ്യത്യസ്ത ഫലങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ കാണുക, വീഡിയോയെ വിലയിരുത്തുക. യഥാർത്ഥ ജാതകത്തിലെ ഗ്രഹനിലയും ലഗ്നവും ദശാകാലങ്ങളും എല്ലാം അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു വരാം. രാഹു, ശനി ദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് ചില തടസ്സങ്ങളും വൈകല്യങ്ങളും ഉണ്ടായി എന്ന് വരാം. എന്നിരുന്നാലും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, പ്രാർത്ഥന, പൂർണ്ണമായിട്ടുള്ള പരിഹാരങ്ങൾ എന്നിവയിലൂടെ ദോഷങ്ങളൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും. ചന്ദ്രാനുഗ്രഹം തഴുകും രാവിൽ, മനസ്സിന്റെ കാർമേഘങ്ങൾ മാറി നീങ്ങും. തിരുവോണ നക്ഷത്ര താരമേ, നിന്റെ വഴിയിൽ വെളിച്ചം പിറക്കും. കഷ്ടങ്ങൾ മാറി കതിരുകൾ വിരിയും, നാളുകളെല്ലാം നന്മയാൽ നിറയും. പ്രിയപ്പെട്ട തിരുവോണ നക്ഷത്ര ജാതകരെ, കൊല്ലവർഷം 1202 നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉയർച്ചയുടെയും ഒരു കാലഘട്ടം തന്നെ ആകട്ടെ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, ആത്മീയത കൈവിടാതിരിക്കുക, അവസരങ്ങളെ പിടിച്ചു പറ്റുക, അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് ഉയരട്ടെ. ഇത്തരത്തിലുള്ള വ്യക്തമായും വിശദമായുമുള്ള നക്ഷത്ര ഫലങ്ങൾക്കായി ഋഷിപ്രോക്തം എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഇത് പകർന്നു നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിശദമായി ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.